ബംഗാളി നടിയുടെ പരാതിയിൽ കേസെടുത്തതോടെ മുൻകൂർ ജാമ്യത്തിന് സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത്, നടിയുടെയും സംവിധായകനുമായ ജോഷി ജോസഫിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. സിനിമാ വിവാദങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. രാവിലെ പോലീസ് ആസ്ഥാനത്താണ് യോഗം. ജിബിൻ ജെബിയും സി കെ വിജയനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സി കെ വിജയനിലേക്ക്. സി കെ വിജയൻ, രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ഈ പരാതി കൊടുത്തു, സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട പരാതി നൽകി. ഇതിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ശ്രീലേഖ മിശ്ര ഈ വിവാദത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുമ്പോൾ അവർ അത് രേഖാമൂലം പരാതിപ്പെടില്ല എന്നും അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും അറിയിച്ചിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ആദ്യഘട്ടം. എന്നാൽ രഞ്ജിത്തിൻ്റെ ചില നിലപാടുകളും അദ്ദേഹത്തിൻ്റെ കാർക്കശ്യവും എല്ലാം കാരണമാകാം ഒരുപക്ഷെ അവർ പിന്നീട് ആ നിലപാട് മാറ്റുകയും അവർ പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇമെയിൽ വഴി കേരള പോലീസിന് അവർ പരാതി നൽകുകയും ചെയ്തു. അതോടുകൂടിയാണ് അതുവരെ രഞ്ജിത്തിനുണ്ടായിരുന്ന ഒരു സൗകര്യം അല്ലെങ്കിൽ ആശ്വാസം ഇല്ലാതായത്. പരാതി രേഖാമൂലം വരട്ടെ എന്നതായിരുന്നു സർക്കാരും എല്ലാം തന്നെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ന്യായം. പക്ഷേ പരാതി രേഖാമൂലം വന്നതോടുകൂടി രഞ്ജിത്തിന് നിൽക്കക്കള്ളിയില്ലാതാവുകയും രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷ തേടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായി സംസാരിച്ച് അധികം വൈകാതെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടിക്രമത്തിലൂടെ അല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന കൃത്യമായ വിവരം രഞ്ജിത്തിനുമുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് ഒഴിവാക്കുക, മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആരോപണത്തിൽ എവിടെയും ഒരു ലൈംഗിക അതിക്രമം നടന്നതായി ഈ ശ്രീലേഖ മിശ്രയുടെ മൊഴിയിലില്ല. അതിനുള്ള ശ്രമം നടന്നു എന്നാണ്, ഒരു ടെസ്റ്റിംഗ് നടന്നു എന്നാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ചെറിയൊരു ഇളവ് ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നും അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ അധികം വൈകാതെ സമർപ്പിക്കണം എന്നുമാണ് രഞ്ജിത്തിന് അഭിഭാഷക സമൂഹത്തിൽ നിന്നും കിട്ടിയ നിയമോപദേശം. അതനുസരിച്ചാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്.